ഹലോ ഗായ്സ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് ഓഗസ്റ്റ് 15 അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ പോകുന്ന നേരെ ധനുഷ്കോടിക്കാണ്. ഇപ്പോൾ തൃശ്ശൂരിലാണ്, അതേ ബോസിൻ്റെ വീട്ടിലാണ്. അപ്പം ഇപ്പോൾ സമയം 4:15. നമ്മൾ 5 മണിക്കാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊത്തം എത്ര പേരുണ്ട്? 5 പേരല്ലേ? 5 പേരുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റെഡി ആയിട്ട് കാണാം. ഓക്കെ, നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നല്ല മഴയാണ് രാവിലെ. പിള്ളേർ 5 പേര് അവർ കുതിരാൻ ടണലിലൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. 5 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്താണ്. 5:30 ബോസ് അവിടെ എൻ്റെ പുതിയ ബൂട്ടൊക്കെ ഇടുന്നുണ്ട്. പുതിയ ബൂട്ടൊക്കെ ഇട്ടുള്ള ആദ്യത്തെ റൈഡാണ്. എന്തായാലും മഴ കുറയും തോന്നില്ല. മിക്കവാറും നമ്മുടെ ബോർഡർ വരെയൊക്കെ നല്ല മഴയായിരിക്കും. എന്തായാലും നമുക്ക് വേഗം തന്നെ ഇറങ്ങാം. അവരുടെ കുറേ നേരമായിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മൾ ബോസിൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി. പോകാൻ പോയ മഴയാണ്. നേരത്തെ വരണ്ടേ? അവനാണ് പുറകെ ഉള്ളവനാണ്. അപ്പോൾ നമ്മൾ കുതിരാൻ ടണലിലൂടെ ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഫ്രണ്ടിലുണ്ട്. അത്യാവശ്യം നല്ല മഴയാണ്. ഏലോനെ കാണാൻ പറ്റുന്ന പച്ചപ്പൊക്കളും കാണാൻ രണ്ട് സൂപ്പർ ബൈക്കാണ്. 6000 പിന്നെ അവസരത്തിൽ അതൊരു ബൈക്കാണ്. അങ്ങോട്ട് വന്ന് എങ്ങനെയായാലും അത്യാവശ്യം റോഡ് നല്ലതാണ്. സൂപ്പർ ബൈക്സ് ഇഷ്ടം പോലെ പോകും കാറ്റടിപ്പാടങ്ങളൊക്കെ. ഈ റൂട്ട് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ഇത് റോഡിന്റെ ഓണറായ ആനന്ദ്. ഹായ് പറ. ഹായ്. ഇത് നമ്മുടെ ഹിമാലയന്റെ ഓണറായ ആന്റണി. ഇത് നമ്മുടെ ഹോണ്ട CG 200Xന്റെ അനുരാജ്. പിന്നെ വീട് 400ന്റെ റോസൻ. ഞങ്ങളിപ്പോൾ ഇവിടെ ഇടയ്ക്ക് നിർത്തിയേക്കാണ്. വാഷ്റൂമിൽ പോകാനൊക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴും മഴയുണ്ട്. മഴ കുറവൊന്നുമില്ല, നല്ല മഴ തന്നെയാണ്. കിട്ടില്ല വഴിയില്ല നമുക്ക്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വഴി. നമുക്ക് നമ്മുടെ ബൈക്കിനാണെങ്കിൽ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റും റോഡ്. പക്ഷെ എന്നാലും സേഫായിട്ട് റൈഡ് ചെയ്യും. അത് നല്ല കാര്യം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കട കണ്ടുപിടിച്ചു. മലബാർ റെസ്റ്റോറൻറ്റ്. നമുക്ക് വരുന്ന വഴിക്ക് കുറേ നോക്കി. ഇതിലൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല. അതൊന്നും ബോസ് മുന്നേ വന്നിട്ടുള്ള നമുക്കെന്ന് വെച്ചാൽ രാവിലെ ബേക്കറി ഐറ്റംസൊക്കെയാണ് കൂടുതലുള്ളത്. അത് മലബാർ റെസ്റ്റോറൻറ്റ് നിർത്തിയതാണ്. ദോശയോ പൂരിയോ മസാല ദോശ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മളോട് നിർത്തുന്നത്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ. ഹൈവേ എത്ര ഓടിച്ചാൽ. ഇതാണ് നമ്മുടെ വണ്ടികൾ. എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോൾ എല്ലാവരുടെയും വണ്ടിയിൽ നിന്ന് വെച്ച് ഫോട്ടോ എടുക്കാൻ നിർത്തി എടുത്തേക്കണം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിക്കുകയാണ്. അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോവാണ്. അപ്പം മഴയൊക്കെ തോർന്നു. നമ്മൾ മഴക്കോട്ടൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. മഴ പെയ്യില്ലെന്ന് കരുതി അങ്ങ് പോവാണ്. അത്യാവശ്യം ഒരു സ്പീഡ് ലിമിറ്റ് പിടിച്ചാലേ ഉള്ളൂ നമുക്ക് ഏകദേശം വൈകുന്നേരത്തോടെ അവിടെ എത്താൻ പറ്റും. ഒരു 3-4 മണിക്കുള്ളിൽ റൂമിൽ ചെന്നതിന് നേരെ ഡയറക്റ്റ് റൂമിലോട്ട് പോവുക. അല്ലെങ്കിൽ നേരെ ധനുഷ്കോടി പോയി തിരിച്ച് റൂമിൽ വരും. അതാണ് പ്ലാൻ. നോക്കാം. ഏതായാലും ശരിക്കും പറഞ്ഞാൽ നീണ്ടു തവണ ഹൈവേ കാണും. ഒരു എന്താ പറയുക, നമുക്ക് വണ്ടി ഓടിക്കാൻ തോന്നും. ഞാൻ നേരെ കോട്ടയത്ത് നിന്ന് നേരെ തൃശ്ശൂർ വരാനാണ്. അപ്പോൾ റോഡ് പണി അറിയില്ല. തൃശ്ശൂരത്തെ റോഡ് പണി അറിയാം. പിന്നെ ഞങ്ങൾ ഏതായാലും ഇത് മധുര റൂട്ടാണ് ഞങ്ങൾ പിടിച്ചത്. കാരണം ബോസ് ഓൾറെഡി ബോർഡറിൽ അവനാണ് ഞങ്ങളുടെ വഴി കാട്ടി ആപ്പിട്ട് അവൻ്റെ പുറകെ ഇങ്ങനെ ഓരോരുത്തർ പണി. ഇപ്പോൾ ഹൈവേ ആണ്, നമുക്ക് വലിയ ഡീവിയേഷൻ കാര്യങ്ങളൊന്നും വരത്തില്ല. സ്ട്രീറ്റ് വിട്ട് പോകണം. ഇടയ്ക്ക് ഓരോ ബോർഡുകൾ നോക്കിയൊക്കെയാണ് പോകുന്നത്. ഏകദേശം 3 പേരും ഒരേ ലൈനിൽ. എന്ത് രസമല്ലേ? രണ്ടുപേര് വഴി തെറ്റിപ്പോയി. അവർ വേറെ ഏതോ വഴിയൊക്കെ പോയി. സ്ഥലം മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ബോർഡ് കണ്ടു. സജിത്ത് ഇത് കാണുന്ന സജിത്തിന് ഓർമ്മയുണ്ടോ? മാട്ടുത്താവണി നമ്മൾ കൊണ്ട് എക്സാം എഴുതാൻ പോകാൻ വേണ്ടി മാട്ടുത്താവണി അവിടെ ഇറങ്ങി പോയത്. ആ
അതെ ഒരാളെ കിട്ടി. അടുത്തയാൾ എന്തി പോയോ അവനെന്തി അത് പോയ ആളെ കണ്ടു കിട്ടി. നമ്മുടെ അനുരാജ് വന്നു. അനുരാജും ആൻ്റണിയും വേറെ ഏതോ വഴി തിരിഞ്ഞു പോയി. ഇപ്പോൾ തന്നെ ഇവിടെ എത്തി. അന്നേരം അങ്ങോട്ട് പോയേ. അങ്ങനെ നമ്മളതേ റൂമിനടുത്ത് എത്തി. അപ്പോൾ നമ്മൾ ഒരുപാട് റൂം നോക്കിയായിരുന്നു. പക്ഷേ ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളും എല്ലാം ഓൾമോസ്റ്റ് ബുക്ക്ഡ് ആയി. എന്തോ ഭാഗ്യത്തിനൊരു റൂം കിട്ടി. പക്ഷെ പ്രശ്നം വെച്ചാൽ നമ്മൾ 50 കിലോമീറ്റർ പോയാൽ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. 50 കിലോമീറ്റർ റൂമിൻ്റെ ആൾ വന്ന് വീട്ടൊക്കെ തുറന്ന് നമ്മൾ വണ്ടീനകത്ത് കയറ്റിയൊക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, തിരക്കേടില്ലാത്ത റൂമാണെന്നാണ് അത് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു തോന്നിയത്. ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല കുഴപ്പമില്ല. നമുക്കിപ്പോൾ തൽക്കാലം ഇന്നൊന്ന് രാത്രി കിടന്നുറങ്ങാം. ഇപ്പം എടുക്കാനുള്ളതല്ലേ താന്നു പോടാ. എന്നാ എത്ര വെക്ക്. അതെ തിരിച്ചു വരും വെക്കാം. അവിടെ വെക്കാം, അവിടെ വല്ല വെക്കാം. ബാ പെട്ടെന്ന് സെറ്റാക്കാം. സൺസെറ്റ് കാണാനുള്ള. എടാ അവിടെ കുറെ പന നിൽക്കുന്നുണ്ട്, അടിപൊളിയല്ലേ? പനയുടെ ഒരു സംഭവം. ഒരു ഫോട്ടോ എടുക്കും. വാ പാമ്പൻ പാലം. ആ അതാണ് നമുക്ക് കിട്ടിയ റൂം. കുഴപ്പമൊന്നുമില്ല. ഗോൾഡൻ റിസോർട്ട് എന്നാണ് പേര്. തൽക്കാലം ഒന്ന് ഉറങ്ങുക. റൂം കിട്ടിയത് ജസ്റ്റ് ഒന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ. നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുന്നു. അഴിച്ചയച്ച് ഇതാണ് നമ്മുടെ റൂമിലേക്കുള്ള പടികൾ. മടുത്ത് കേട്ടോ. യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് സാവധാനം പറയാം. ഇവിടെ വെക്കണതോ? ഇവിടെ വെക്കാം. ഈ ബാഗ് വേണം നിൻ്റെ ഇതിനകത്തിട്ടോ. ആ പെട്ടിക്കകത്തിട്ടോ. ആ പെട്ടിക്കകത്ത് 5 മിനിറ്റ് ഇരുന്നിട്ട് പോകുമ്പോൾ പോരെ? 5 മിനിറ്റ് ഇരിക്കാം. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരെ പോകണം സൺസെറ്റ് കാണാൻ. കാരണം നമ്മൾ ഒരുപാട് ലേറ്റായി കഴിഞ്ഞ് ശരിയാത്തിട്ടുണ്ട്. മാക്സിമം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളറിയാം. ഇതാണ് പാമ്പൻ പാലം. പാമ്പൻ പാലത്തോട്ട് കയറി കഴിഞ്ഞു. ഓഗസ്റ്റ് 15 കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ്, നല്ല റഷാണ്. കാരണം 3 ദിവസം അവധി കിട്ടുന്നില്ല. അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ പ്ലാൻ ചെയ്ത് പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കി. സോ അതങ്ങനെ നമ്മൾ പാമ്പൻ പാലത്തിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം ലോങ് ആയിട്ട് യാത്ര തന്നെയാണ്. എനിക്ക് ഇവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് 20 സംതിങ് കിലോമീറ്റർ ഏകദേശം. അവിടെ വണ്ടി സൈഡിലോട്ട് ഓടിക്കിട്ട് നമുക്ക് പാമ്പൻ പാലത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നല്ല തന്നെ റഷ് ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ. കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരു കെ രജിസ്ട്രേഷൻ ചെയ്യാനാണ്. എല്ലാ വണ്ടികൾ കുറവാണ്. ഉണ്ട് എന്തായാലും, അതിന് കുറവാണ് താരതമ്യേന.
നല്ല വ്യൂ അല്ലേ നോക്കിയാൽ, ഒരു സ്കൈയും ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല ഭംഗിയായിട്ട് പച്ചയും നീലയൊക്കെ കൂടി മിക്സ്, പച്ചയൊക്കെ കൂടുതൽ വിഷ്വലി നമുക്ക് പറയാം, നമുക്ക് ഈ ഗോപ്രോയ്ക്കകത്ത് അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ അത്ര ഒരു ക്രിസ്പ് ആൻഡ് ക്ലിയർ അല്ലെങ്കിൽ വ്യൂ കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ്. എന്നാലും നമുക്ക് മുന്നോട്ട് പോയി എവിടെയെങ്കിലും കൊണ്ട് വണ്ടി സൈഡ് ഒതുക്കി വെച്ചിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. നല്ല സമയം കാണാൻ പറ്റുമെന്ന് വരും. നല്ല ടൈമിംഗ് ആയിരുന്നു അല്ലേ? കറക്റ്റ് സമയത്ത് അല്ലേ? അപ്പോൾ ഇതാണ് പാമ്പൻ പാലം. അതിൽ നമ്മൾ വന്നപ്പോൾ തന്നെ ട്രെയിനും കാണാൻ പറ്റി. നല്ല കളർ അടിപൊളിയായിരുന്നു അല്ലേ? ലൈഫിൽ ഒരു തവണയിൽ നിങ്ങൾ ഇവിടെ വന്നു നോക്കും. ധനുഷ്കോടി അങ്ങോട്ട് പോകട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. പക്ഷേ എന്താ പറയുന്നത്, ബൈക്കിന് തന്നെ വന്നത്, ബൈക്കിന് വന്നാലുള്ള നമുക്ക് ഫീൽ അറിയാൻ പറ്റുള്ളൂ. അത്രയ്ക്കും കിടിലാണ്. കിടിലെന്ന് പറഞ്ഞാൽ കിടില, അടിപൊളി. ചെറിയൊരു പണി കിട്ടി. 5 മണിയായപ്പോൾ ക്ലോസ് ആയി. സോ നമുക്ക് തിരിച്ചു പോകാം. നാളെ രാവിലെ സൺസെറ്റ് കാണാൻ നമുക്ക് സൺറൈസ് വരാൻ 10 മിനിറ്റ് നേരത്തെ ആണെങ്കിൽ പോകുന്ന വഴിക്കേ വല്ല പഴോ പൊറോട്ടോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാം. വല്ല പഴോ പൊറോട്ടോ വല്ല മേടിച്ചാൽ മതിയോ? മതിയോ? പോരെ? ഈ വരുന്ന വഴിക്ക് പൊറോട്ട അടിക്കുന്നുണ്ടായിരുന്നു. അത് ഹോട്ടലിൽ പൊറോട്ട അടിച്ചു തുടങ്ങിയായിരുന്നു. കഴിച്ചിട്ട് വരെ പാമ്പ് പാലത്തിൽ പോയി നിൽക്കാം. ഇങ്ങോട്ട് വെച്ചാൽ എടുക്കാൻ പാടായിരിക്കും, മണ്ണിൽ കൂടെ പാടായിരിക്കും. ഇവിടെ തന്നെയല്ല, ഒരു കയറി പുതുതായിട്ട് കയറി പോകും. ഫോട്ടോയ്ക്ക് 100 രൂപ. 100 രൂപ. हाँ अब किधर जा रहे हैं? अभी तो धनुषकोडी गया था, वो क्लोज हो गया, 5 बजे क्लोज हो गया। तो सुबह जाने के लिए अभी आगे केरला जा रहे हैं? नहीं, अभी यहाँ रूम है, यहाँ स्टे करके कल सुबह 5 बजे जाएंगे। स्टे करके कहाँ से? केरला जा रहे हैं? पुणे। आप क्या? महाराष्ट्र। केरला। केरला। हाँ। हम अभी नेक्स्ट डे केरला।
ओ केरला जा रहे हैं मुन्नार मूनार हाँ ओके जो अभी अभी जो सीजन है अच्छा कौन सा अच्छा घूमने के लिए? वायनाड मूनार बहुत सारे जहाँ भी जाओ अच्छे में 10 4 5 अच्छे 4 എവിടെയാണ് മൂന്നാർ टेंट മൂന്നാർ 10 स्टे वो जो सर्च करना पड़ेगा टेंट സ്റ്റേ अभी तो सीजन है तो मिलने के कुछ मुश्किल है कहाँ से आप पुणे पुणे महाराष्ट्र ओके ओके അങ്ങനെ വീണ്ടും നമ്മൾ റൂമിലെത്തി. സൺറൈസ് കാണാൻ പോയി. അവിടെ അടച്ചു പോയി. എന്ത് ചെയ്യാൻ, നമ്മളൊരു 10-20 മിനിറ്റ് മുന്നേ റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കത്തെ ഫുഡ് ബ്രേക്കിൻ്റെ കുറച്ച് ടൈമൊന്ന് കുറച്ചിട്ട് നമുക്ക് സൺസെറ്റ് കണ്ടിട്ട് പോരെ. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കത്തില്ല. നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റ് സൺറൈസ് കാണാൻ പോകും. പക്ഷേ ഈ 50 കിലോമീറ്റർ യാത്രയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എപ്പോഴും മാക്സിമം തൊട്ടടുത്ത് റൂം എടുക്കാൻ നോക്കുക. മാക്സിമം 10 കിലോമീറ്റേഴ്സ് ഉള്ളിൽ റൂം എടുക്കാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർ. നമ്മളിപ്പോൾ റൂമിലെത്തി. ഓരോരുത്തരോട് ചോദിക്കും ഇന്നത്തെ യാത്രയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. എൻ്റെ പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് ധനുഷോടിക്കുള്ളത്. വെച്ചാൽ കാലത്തൊരു കുറച്ചൊരു ദൂരം മഴ ഉണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല വൈബായിരുന്നു. ഇനി ബോബസ് പറ. എൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണ്. ഫസ്റ്റ് സിംഗിൾ വന്നത്, ഇത് രണ്ടാമത്തെ എല്ലാവരും ഗ്രൂപ്പായിട്ട് വന്നത്. രണ്ട് വൈബാണ്. സൂപ്പർ. ആനന്ദ് പറ. ആനന്ദ് പറ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ യാത്രയെക്കുറിച്ചുള്ള? യാത്ര കുഴപ്പമില്ലായിരുന്നു. രാവിലെ മഴ ഉണ്ടായിരുന്നു. രാവിലെ പിന്നെ പൊള്ളാച്ചി കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ മഴയൊന്നുമില്ല. പിന്നെ മടുത്തോ ഇല്ലല്ലോ? മടുത്തൊന്നുമില്ലായിരുന്നു. ആന്റണി പറ. ആന്റണിയുടെ അഭിപ്രായം തുറന്നു പറയും. നല്ല കിടില റോഡായിരുന്നു. അത് സത്യം കേട്ടോ. ഞാനും ആദ്യമായിട്ട് എത്ര അടിപൊളി റോഡിൽ കൂടെ ഓടിക്കുന്നത്. വണ്ടി ഇത്ര ഫുൾ സ്പീഡ് ആദ്യമായിട്ട് കയറുന്നേ. എത്ര സ്പീഡ് കയറിയാൽ പറയണ്ട. പറയാൻ പാടില്ല. പിന്നെ ഇവിടുത്തെ മിക്കവാറും എന്താ പറയുന്നത്, ഹെൽമെറ്റ് ഒന്നുമില്ല എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. വേറൊരു കാര്യം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ റൂമിലാണ്. ഇനി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നാളെ രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി പോകണം. 5 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോകും. ഫുഡ് നമ്മളിവിടെ അടുത്ത് പോയി വാങ്ങിയിട്ടുണ്ട്. ഇനി നാളെ ബാക്കി വീഡിയോസ് നാളെ ഇടാം. ഓക്കെ. ഹലോ ഗൈസ്, നമ്മൾ രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം 5:10 5:15 നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ സൺറൈസ് കാണാൻ പോകും. അപ്പോൾ നമ്മൾ പോവാണ്. സമയം 5:15 എന്നാണ് തോന്നുന്നത്.
Yeah. For how much? I don't know. They have changed it by Mojo Tribe Group. Mojo Tribe. Group. I think Kerala. I think it's imported from China, I guess. No idea how much it costs. I think 2,500 something, near 3,000. Both. Both. I have a Mojo. Only asked. Get you. Okay, bye. Good. ഇതടിക്കുന്നുണ്ട് വെള്ളം കൂടി അല്ലേ തുരുമ്പ് പിടിക്കുമല്ലോ വെച്ചോണ്ടിരുന്നത് കഴുകണം. അയ്യോ മറ്റേ വലിയൊരു ഹമ്പ് ചാടിയില്ല, ഞാൻ തെറിച്ചു പോയി. ഞാൻ പറന്ന് എന്റെ പൊന്നു, ഇവൻ പറക്കുന്ന കണ്ട് എന്റെ ചങ്ക് പാളി പുറകെ ഞാൻ അപ്പോഴേക്കും ബ്രേക്ക് പിടിച്ച്. എനിക്ക് ബ്രേക്ക് പിടിക്കാൻ ടൈം കിട്ടിയില്ല, പിന്നെ ഞാൻ ചാടി പോയി ഇങ്ങനെ. ഫ്രണ്ട് വീലും പൊങ്ങി ഇവനും പൊങ്ങി വണ്ടി. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഇവിടെ കാരണം കേട്ടോ, ബൈക്കിന് വരുവാണെങ്കിൽ ബെറ്റർ.